എല്ലാവർക്കും നമസ്കാരം. ഇത് കോയമ്പത്തൂർ ശ്രീ എഞ്ചിനീയർ ഹോളോ ബ്ലോക്ക് മെഷീൻ മാനുഫാക്ചറിംഗ്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങൾ ഒരുപാട് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. സോളിഡ് ബ്ലോക്കും ഹോളോ ബ്ലോക്കും ഫ്ലൈ ആഷിൻ്റെ ഇന്റർലോക്കിൻ്റെ മിക്സർ മെഷീൻ, കളർ മിക്സർ മെഷീൻ, റിവേഴ്സിബിൾ മിക്സർ മെഷീൻ, അങ്ങനെ ഒരുപാട് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നും നിങ്ങൾ നോക്കാൻ പോണത് കോൺക്രീറ്റ് മിക്സർ മെഷീൻ, ഹൈഡ്രോളിക് ഹാപ്പർ. ഇതാണ് ആ മിക്സർ. ഒരു നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കാം. നമുക്കിപ്പോൾ മെഷീൻ്റെ പവർ നമുക്ക് നോക്കാൻ പോയാൽ 5 HP ആണ്. 5 HP 3+ ലൈൻ പവർ. ഇതിൽ വന്നിട്ട് നമുക്ക് ബെൽറ്റ് 2 ബെൽറ്റ് ഉണ്ടാവും. അതായത് കണക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് 2 ബെൽറ്റ് ഉണ്ടാകും. ഇതിൻ്റെ മോട്ടർ പവർ നമ്മുടെ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ താഴെ ഉണ്ടാകും. ഇത് ഞാൻ ഉണ്ടാക്കുന്ന മോട്ടറാണ്. ഇതിൽ കൂടാതെ എക്സ്ട്രാ സേഫ്റ്റി ഉള്ള വേണ്ടി 2 ലോക്കറ്റ് ഉണ്ട് ഞാനവിടെ. അതായത് പുള്ളി പുറത്ത് ഊരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ലോക്ക് ഒന്ന് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ മുകളിൽ വന്നിട്ട് ഒരു വലിയ പുള്ളി, ചാള ചെറിയ പുള്ളിയും മുകളിൽ വലിയ പുള്ളിയും, ആ ടൈപ്പാണ് ഇത്. ഇതാണ് മിക്സറിൻ്റെ ഹോപ്പർ. ഇത് വന്നിട്ട് 4 mm തിക്നെസ്. എല്ലാം നല്ല ഹെവി ആയിരിക്കും. എല്ലാം 4 mm തിക്നെസ്. വെൽഡിംഗ് എല്ലാം ആർക്ക് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ് ചേർത്ത് അടിച്ചിട്ടുണ്ടാവും. അത് കൂടാതെ ഇവിടെ ചെറിയ സപ്പോർട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ചുരുങ്ങാനൊക്കെ വേണ്ടത് ഒരു സപ്പോർട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ആയിരിക്കും. സൈഡൊക്കെ ആംഗിൾ കൊടുത്തിട്ടുണ്ടാകും. നല്ല വലിയ ആംഗിൾ കൊടുത്തിട്ടുണ്ടാകും. വെൽഡിംഗ് നല്ല ഹെവി അടിച്ചിട്ടുണ്ടാകും. അത് കൂടാതെ ഈ ഹോപ്പർ നമ്മുടെ ഹോൺ ഡിസൈനാണ് എല്ലാം. ഇത് വന്നിട്ട് ഞാൻ പുറത്ത് വാങ്ങിക്കാറില്ല. ഇവിടെ തന്നെ പ്ലേറ്റ് കട്ടാക്കി ലേസർ മെഷീൻ എൻ്റെ അടുത്തുണ്ട്. ഞാൻ കട്ടാക്കിയിട്ട് ബെൻഡ് ചെയ്തിട്ട് വെൽഡിംഗ് ഇവിടെ തന്നെ ചെയ്യും. ഇത് കൂടാതെ ഇവിടെ സിലിണ്ടർ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. നല്ല വലിയ സിലിണ്ടറാണത്. നല്ല ഹെവിയുള്ള സിലിണ്ടറാണത്. റാഡൊക്കെ നല്ല വലുതായിരിക്കും. അതിൻ്റെ മൗണ്ടിങ് ഒക്കെ നല്ല വലിയ തിക്നെസ്സുള്ള പ്ലേറ്റ് ആയിരിക്കും. ഇതാണ് മെയിൻ മെഷീനിൽ വന്നിട്ട്. ഇത് എവിടെയും പൊട്ടാൻ പാടില്ല. അത് കൂടാതെ ഇത് 10 mm ആക്കി. ഞാൻ പണ്ടൊക്കെ 8 mm ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത് 10 mm ആക്കി. ഇതിലെല്ലാം വെൽഡിംഗ് ഒക്കെ വലിയ വലുതും അടിച്ചിട്ടുണ്ടാവും. എവിടെയും പൊട്ടാത്ത രീതിയിൽ എല്ലാം ഹെവി അടിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ബീം അതേപോലെ തന്നെ. ഇത് വന്ന് വൈശാഖ് സ്റ്റീലാണിത്, ചാനലാണിത്. 5x2 ചാനൽ. ഇത് വൈശാഖ് സ്റ്റീൽ. ഇത് നല്ല വെൽഡിംഗ് അടിച്ചിട്ട് കാളതുപോലെ അങ്ങനെ പീസൊക്കെ കൊടുത്ത് മുറിയാണ്ടൊക്കെ വേണ്ടി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ഞാൻ ബെയറിംഗ് സെറ്റപ്പാണ്. ഇവിടെ ഡബിൾ ബെയറിംഗ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ബോൾട്ടണ്ടൊക്കെ വലിയ ബോൾട്ടണ്ടുകളാണ്. ഒന്നും പൊട്ടാത്ത രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് വന്നിട്ട് മെഷീൻ തൂക്കാനുള്ള ഒരു ചെറിയ ഹൂക്കാണ്. ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതില്ലാതെ ഇതിൻ്റെ വാൾവ് ഇവിടെ ഉണ്ട്. ബക്കറ്റ് വാൾവ് ഇവിടെ ഉണ്ട്. ഇത് വന്നിട്ട് ബക്കറ്റിനും ഇത് മറ്റേ ഈ ചട്ടിക്കും. ഇതിൻ്റെ നമുക്ക് സ്റ്റിയറിംഗ് ഇല്ല. ഈ മിക്സറിൽ വന്നിട്ട് സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. ഇതെല്ലാം ലിവർ സിസ്റ്റമാണ് മൊത്തം. ഇവിടെ മൊത്തം ലിവർ സിസ്റ്റമാണിത്. ഇത് സ്റ്റിയറിംഗ് കിട്ടുവരില്ല. അത് സ്റ്റിയറിംഗ് വന്നിട്ട് നമ്മൾ ഇടുമ്പോൾ എന്താ വെച്ചോ അത്രയും മെറ്റീരിയൽ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതങ്ങനെയില്ല. ലിവർ ആകുമ്പോൾ നമുക്ക് ഈസിയായി തിരിയാം. അത് കൂടാതെ ഇവിടെ ഒരു ചെറിയ ഒരു കൺട്രോൾ വാൾവ് സിസ്റ്റം കൊടുത്തിട്ടാണ് ഇവിടെ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക് വാൾവാണത്. അതായത് ചട്ടി തിരിക്കുമ്പോൾ താഴെ ഇറങ്ങില്ല. വീട്ടിടുമ്പോൾ അതങ്ങനെ നിൽക്കും. അതങ്ങനെ താഴെ ഇറങ്ങില്ല. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പുതിയതായി ഇപ്പോൾ ലോഞ്ച് ആക്കിയിരിക്കുകയാണത്. ഇത് വന്നിട്ട് ഹൈഡ്രോ മോട്ടറാണത്. ഇതിലാണ് കണക്ട്. ഹൈഡ്രോ മോട്ടർ വന്നിട്ട് നേരെ ഇവിടെ വാൾവ് പോവും. ഇവിടുന്ന് നേരെ ഈ വാൾവ് പോവും. പിന്നെ അങ്ങനെ ടാങ്കിൽ പോകും. ഇതാണ് സർക്കുലേഷനത്. ഞാൻ കുറച്ചൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. മോഡലൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ വന്നിട്ട് നല്ല ബെയറിംഗ് സിസ്റ്റമാണിത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബെയറിംഗ്. നല്ല ഫ്രീ ആയി മൂവ് ആകും. അതിൽ എല്ലാവരും ഗ്രീസ് നിപ്പിളോടെ എല്ലാ സെക്ഷൻ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇത് വന്നിട്ട് നല്ല വലിയ ചട്ടിയാണിത്. ഇത് നോക്കാൻ പോയാൽ ഇവിടെ വന്നിട്ട് 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ടാവും. പണ്ടത്തെ മോഡലൊക്കെ 3 ഇഞ്ച് ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ എല്ലാം 7 ഇഞ്ചാക്കി. നല്ല ഹെവിയുള്ള ചട്ടിയാണ്. ഇത് സ്റ്റീൽ കാസ്റ്റിംഗ് ആണ്. നല്ല ഹെവിയായി ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ കാവടിയൊക്കെ നോക്കാൻ പോയി നമുക്ക് കാവടിയിൽ ഇവിടെ ബോൾട്ട് നേട്ട് സിസ്റ്റമാണ് ഇവിടെ. അതായത് എന്തെങ്കിലും സർവീസ് ആയാൽ നമുക്ക് അയച്ചെടുത്തിട്ട് സർവീസ് ചെയ്യുക. അതുപോലെ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും 3 ബോൾട്ട് നട്ടും അവിടെ ആ ഭാഗത്ത് ഉണ്ടാവും. ഇവിടെയും ബോൾട്ട് നട്ട് ഉണ്ടാവും. നമുക്ക് ഈസിയായി സർവീസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ സൈഡ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മോട്ടറിൽ ഒരു പമ്പ് മാറ്റിയിട്ടുണ്ടാവും. അത് അറ്റാച്ച് ആണിത്. ഇവിടുന്ന് എല്ലാം ആയിൽ സർക്കുലേഷൻ ഇവിടുന്ന് എല്ലാം പോകുന്നത്. എല്ലാം ഉള്ളിൽ ഞാൻ 2 പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടാവും. ഓസില്ലാതെ 2 പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടാകും. അത് കൂടാതെ ഇത് ഓയിൽ ടാങ്കാണത്. ഇത് 15 ലിറ്റർ ഓയിൽ ടാങ്കാണ്. ഉള്ളിൽ ഞാൻ ആയിൽ ഒഴിച്ചിന് കൊടുക്കും. ഹൈഡ്രോളിക് ഓയിൽ 68 ഗ്രേഡ്. ഇത് ഞാൻ ഒഴിച്ചിന് കൊടുക്കുന്നത്. അതില്ലാതെ ഇതിൻ്റെ പെയിൻറ്റിങ് എല്ലാം സ്പ്രേ പെയിൻറ്റിംഗ് ആണ് മൊത്തം. ഇത് എന്നെ കൊണ്ട് പൗഡർ കൂടി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ മറ്റേ മെഷീനൊക്കെ ഞാൻ പൗഡർ കൂടി ചെയ്യും. ഈ ഹോളോ ബ്ലോക്ക് മെഷീനൊക്കെ ഇവിടെ നോക്കി എല്ലാം പൗഡർ കോട്ടിങ്ങാണ്. മൊത്തം മെഷീനും പൗഡർ കോട്ടിങ്ങാണ്. അതുകൂടാതെ ഈ വൈബ്രേറ്റിംഗ് ടേബിളും അതും പൗഡർ കോട്ടിങ്ങാണ്. പക്ഷേ ഈ മിക്സറും വലിയ മെഷീൻ മാത്രം എന്നെ കൊണ്ട് പൗഡർ കോട്ടിങ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നോർമൽ സ്പ്രേ പെയിൻറ്റിങ്ങാണ് ചെയ്യേണ്ടതാണ്. വന്നിട്ട് നല്ല ഹെവി ആയിരിക്കും. ചാനലൊക്കെ ആംഗിൾ നല്ല സപ്പോർട്ടായിരിക്കും. അതുകൂടാതെ ഈ കാവടിയൊക്കെ നല്ല ഹെവി ആയിരിക്കും. ഇതെല്ലാം 8 mm പ്ലേറ്റ്സിലാണ്. എല്ലാം ലേസർ കട്ടിങ്ങുള്ള 8 mm പ്ലേറ്റാണ്. എല്ലാത്തിനും ജിക്കുണ്ട്. അതുകൂടാതെ മുമ്പിൽ വന്ന് നമുക്ക് നോക്കാൻ പോയാൽ ഇവിടെ നല്ല ഒരു ചാനലൊക്കെ നല്ല ഹെവിയായി കൊടുത്തിട്ടുണ്ടാകും. ഈ സപ്പോർട്ട് ആംഗിളൊക്കെ നല്ല ചാനലൊക്കെ നല്ല ഹെവിയായി കൊടുത്തിട്ടുണ്ടാകും. അതിന് താഴെ വെൽഡിങ് നല്ല വലിയ പ്ലേറ്റുകളും അതിന് സെൻറ്റർ ചാനലും പിന്നെ ഇവിടെ ഒരു വലിയ 4 ഗ്രേഡ് ചാനലും അങ്ങനെ എല്ലാം ഹെവിയായി കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് ഈ മിക്സർ നിങ്ങൾ കൊണ്ടുപോയാൽ ഒരു ബെഡ് കട്ടണം. ഒരു 2 അടി ഹൈറ്റിൽ ഒരു ബെഡ് കട്ടണം. ബെഡ് കട്ടിച്ച് അതിൻ്റെ മുകളിൽ തൂക്കി വെക്കണം. അപ്പോൾ അങ്ങനെ മുകളിൽ തൂക്കി വെക്കുമ്പോൾ ഈ ഹാപ്പർ ഇന്ന് താഴ്ന്നു പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 അടി ഈ ഹാപ്പർ ഇന്ന് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് പണിയെടുക്കുമ്പോൾ നമുക്ക് ഈസിയായി പണിയെടുക്കാം. ആ ടൈപ്പുള്ള മിക്സറാണ് ഇത്.
ഈ മെഷീൻ വന്നിട്ട് സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. അതായത് മറ്റേ ഹോളോ ബ്രിക്സും മറ്റേ പെയർ ബ്ലോക്കും മാത്രം ഞാൻ എല്ലാം പൗഡർ കോഡിങ് ചെയ്യും. മറ്റേ വലിയ വലിയ മെഷീനും വലിയ വലിയ മിക്സറൊക്കെ എന്നെ കൊണ്ട് പൗഡർ കോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ അടുത്ത് അത്ര വലിയ ബൂത്ത് ഇല്ല. ഈ മറ്റേ ഹോളോ ബ്ലോക്കും ഈ ടേബിൾ വൈപ്പെട്ട് മാത്രം ഉള്ളിൽ പോകണം മാത്രമേ എൻ്റെ അടുത്ത് ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മെഷീൻ്റെ കാര്യം നമുക്ക് ചെറുതായി നോക്കൂ. ഒരു എൻ്റെ കമ്പനി ചെറിയ ഡെമോടെ അത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഡെമോ നോക്കി ചില കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും അറിയുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കുക. എനിക്ക് വിളിച്ചോളൂ. ഇനി കാര്യങ്ങൾ വിശദമായി പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.